ഹായ് എവരിവൺ. നമ്മൾ ചിന്തിക്കുന്നത് പുറപ്പാട് 13 എക്സോഡസ് ചാപ്റ്റർ 13. അവിടെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ഒരു പെസഹ ആചരിക്കുന്നതിന് ഒരു ഉത്സവമായിട്ട് ആചരിക്കണം എന്നുള്ളൊരു കാര്യം ദൈവം അവിടെ പറയുന്നതായിട്ടും, അതുപോലെ തന്നെ ദൈവം അവിടെ അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന വഴികൾ എടുക്കുന്നതിലും ദൈവത്തിൻ്റെ അവിടെ ഒരു പ്ലാനിങ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ദൈവം അവിടെ അവരോട് ഈ പെസഹ എന്നുള്ളത് ഉത്സവമായിട്ട് അവർ ആചരിക്കണം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവം നടത്തിയ വിധങ്ങളെ അത് ആചരിക്കുമ്പോൾ അവർ ഓർക്കണം എന്നുള്ളതാണ്. കാരണം അവർ ഈ പെസഹ എടുക്കുമ്പോഴൊക്കെയും അവർ ഓർക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അവർ അടിമ വീടായ അവർ മിസ്രൈമിൽ അവരവിടെ ആയിരുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വലിയൊരു ബലമുള്ള കരം കൊണ്ട് ദൈവം അവരെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു അവരെ നടത്തിക്കൊണ്ട് അവരെ കാത്തൊരു പരിച അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടു ചെന്നു എന്നുള്ളൊരു കാര്യം അവരത് ഓർക്കുവാനായിട്ടാണ്. അവർക്ക് മാത്രമല്ല, അവരുടെ മക്കളും മക്കളുടെ മക്കളും അവർക്കും കൂടെ അറിയുവാനായിട്ട്. കാരണം വർഷങ്ങൾ കുറേ കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ അല്ലെങ്കിൽ മക്കളുടെ മക്കളൊക്കെ ചിലപ്പോൾ ചോദിക്കും, അപ്പ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പം അവർ പറഞ്ഞു കൊടുക്കും, നമ്മളുടെ ദൈവം അടിമകളായിട്ട് നമ്മൾ മിസ്രൈമിലായിരുന്നു. പക്ഷെ ദൈവം നമ്മളെ അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു, നമ്മളെ ഈ വാഗ്ദത്ത ദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുകയാണ് അവിടെയാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർമ്മ അത് ഓർക്കുവാനായിട്ടാണ് ആ ദൈവം ആ ഒരു അടയാളം അവരെ ഉത്സവം പോലെ ആചരിക്കുവാനായിട്ട് അവരോട് ദൈവം പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്, നമ്മൾ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്തായിരുന്നെന്നും കർത്താവിലൂടെ നമ്മളുടെ അവസ്ഥയെ ഇപ്പോൾ ഉള്ള അവസ്ഥ അതെന്താണെന്നുള്ളതോട് നമ്മൾ കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഹമ്പിളായിട്ടിരിക്കേണ്ട ആവശ്യം അവിടെയുണ്ട്. കാരണം ദൈവമാണ് നമ്മളുടെ ജീവിതത്തിൽ എന്തൊക്കെ ചേഞ്ചസ് സംഭവിച്ചോ അതൊക്കെ ഉണ്ടായതിന് കാരണക്കാരനായിട്ടുള്ളത് ദൈവം, കാരണഭൂതനായിട്ടുള്ള ദൈവം മാത്രമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹമ്പിളായിട്ടിരിക്കേണ്ട കാര്യം, നമ്മൾ പണ്ടായിരുന്നു നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ നിഗളിക്കുകയോ അല്ലെങ്കിൽ അതിൽ അഹങ്കരിക്കുകയോ ചെയ്യാതെ നമ്മൾ പണ്ടാരായിരുന്നു എന്നുള്ളൊരവസ്ഥ ഓർത്തുകൊണ്ട് നമ്മൾ സ്വയം ഹമ്പിളാക്കാനായിട്ട് കൂടെ ഈ ഒരു കാര്യം നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ദൈവം അവരെ മുസ്ലിം ദേശത്ത് നിന്നും അവരെ കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റൂട്ട് നോക്കുമ്പോൾ തന്നെ ദൈവം അവിടെ ഒരു കാര്യം പ്രവർത്തിക്കുകയാണ്. അവിടെ ദൈവം ഫിലിസ്തീനരുടെ ആ ഒരു സ്ഥലത്തൂടെ കടത്തിവിടാതെ ദൈവം അവരെ ചുറ്റിയുള്ള വഴിയിലൂടെയായിരുന്നു ദൈവം അവരെ കനാൻ ദേശത്തിലേക്ക് അവരെ കൊണ്ടുപോയത് എന്ന് നമ്മൾ. പക്ഷേ ഈ ഫിലിസ്തീൻ ദേശത്തിലൂടെ കയറി പോകുന്നതായിരുന്നു എളുപ്പമുള്ള വഴിയെങ്കിൽ കൂടി ദൈവം അവരെ ഈ ഒരു ചുറ്റിച്ചായിരുന്നു കൊണ്ടുപോയത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ഫിലിസ്തീൻ ദേശത്തിലേക്ക് അവർ കയറുമ്പോൾ അവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ കാണുമ്പോൾ ഇവർ ഭയന്ന് അവർ മിസ്രൈമിലേക്ക് തിരിച്ച് ഓടിപ്പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ആ ഒരു കാര്യം ഒഴിവാക്കാനായിട്ട് ദൈവം സ്ട്രാറ്റജിക്കായിട്ട് ദൈവം അവരെ ആ ഫിലിസ്തീനയുടെ ദേശത്തിലൂടെ കടത്തിവിടാതെ അവരെ ചുറ്റിയുള്ള വഴിയിലൂടെ ദൈവം അവിടെ കൊണ്ടുപോകാനായിട്ട് ഇടയെത്തുന്നു. അത് അവർ ആ യുദ്ധം കണ്ട് പേടിച്ചു പോകുക മാത്രമല്ല, അവരാ പോകുന്ന അവസ്ഥയിലും അവർക്കും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നടത്തിപ്പോൾ അവർക്കൂടെ അതുകൂടെ നമുക്ക് മനസ്സിലാകുവാനും കൂടിയായിരുന്നു ദൈവം ആ ഒരു കാര്യം ചെയ്തത്. അത് മാത്രമല്ല, അതൊന്നുകൂടെ തെളിയിക്കുന്നതിൻ്റെ പ്രൂഫ് എന്നുള്ളത്, അവർ രാവിലെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു മേഘമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ അവരെ രാത്രിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കൊരു അഗ്നിയായിട്ടൊരു തീയായിട്ടും കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം അവിടെ ആ പ്രൂഫ് അവിടെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവരിക മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ദൈവം അവരുടെ കൂടെയുണ്ട്, ദൈവത്തിൻ്റെ പ്രസൻസ് അവരുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം കൂടെ അവരെ ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും കൂടെ ചെയ്യുകയാണ് ദൈവം അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏത് സാഹചര്യം ദൈവം നമ്മുടെ കൂടെയുണ്ട്. അവർക്കുള്ള പോലെ ചിലപ്പോൾ മേഘമായിട്ടോ അല്ലെങ്കിൽ തീയായിട്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ലായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മൾ എവിടെ പോയിരുന്നാലും എത്ര ഇരുട്ടത്തിരുന്നാൽ പോലും ദൈവത്തിൻ്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ അത് ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ.
നമ്മൾക്കുള്ള ദൈവം വളരെ നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്, നമ്മൾ വളരെ കരുതുന്ന ദൈവമാണ്, നമ്മളോട് കൂടി എപ്പോഴും ഉള്ള ദൈവമാണ്. ആ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ടുള്ള ഈ ചിന്തകൾ നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.